ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ടു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു നാടൻ റെസിപ്പീസൊക്കെ ആയിട്ട് ഇന്ന് ഫുഡ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ പുട്ടുണ്ടാക്കാനാണ് കേട്ടോ പോകണം. അപ്പോൾ പുട്ടുപൊടിയിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും പിന്നെ നല്ല ജീരകവും ഒക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ഒക്കെ ഇട്ട് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഒക്കെ ഇട്ട് പുട്ടുപൊടിയും ഒക്കെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് കറി എന്ന് പറഞ്ഞാൽ കടലക്കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള കടലക്കറിയാണ് കേട്ടോ. നമ്മൾ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇന്ന് പരിപ്പ് കുത്തി കാച്ചാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുക്കറിൽ പരിപ്പിട്ട് വലിയ കുക്കറിൽ ഇന്ന് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ പരിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് എടുക്കുന്നത്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് സവാള കരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പപ്പടം അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ പൊരിക്കുന്നുണ്ട്. പപ്പടം എന്താണോ അതിങ്ങനെ അത്ര കൊള്ളില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കൊണ്ടോട്ട മുളകും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പരിപ്പ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. കടുകും വേപ്പിൻ്റെ ഇലയും പിന്നെ ഉണക്കമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കളർ കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അതിങ്ങനെ മുരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മുരിയണം, എന്നാലും ആ ഒരു പരിപ്പ് കുത്തി കാച്ചതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വേവിക്കാതെ ഒരു ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു ഇതിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പരിപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി എന്നിട്ട് ഈ പരിപ്പ് കുത്തി കാച്ചിയത് ഒരു കലത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ അതിലും കൂടി ഇരുന്നൊന്ന് വറ്റിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവുമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാറില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാൻ പുളിയും തേങ്ങയൊക്കെ കൂടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം വെളുത്തുള്ളി, പുളി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടോ. ഇങ്ങനെയും ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന ടേസ്റ്റാണ് കേട്ടോ. ഒഴികെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാർത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തയ്യാറാക്കിയതിന് ശേഷം അതിനിടയിൽ മോൾക്ക് സ്കൂളിലേക്കുള്ള ടിഫിനും എല്ലാതും ആക്കി വെച്ചു. അവളെ കൊണ്ടാക്കി വന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ. അവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ കുറച്ച് ഗ്ലൂക്കോസ് പൊടി കലക്കി കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ചൂടാണ്. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഭയങ്കര ടയേർഡാവും കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഗ്ലൂക്കോസ് പൊടിയും ഐസ് ക്യൂബും വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കലക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇവിടെ ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ചട്ടിയിൽ ചട്ടിച്ചോറ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് മാങ്ങ ചമ്മന്തി കൂട്ടി കഴിച്ചിട്ട് കുറച്ച് ചോറും അതിന് മുകളിലേക്ക് കുറച്ച് സാധാരണ ചോറും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ പരിപ്പ് കുത്തി കാച്ചിയത്, കൊണ്ടോട്ട മുളക്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ചമ്മന്തി, പിന്നെ ഒരു കോഴിമുട്ട പൊരിച്ചു കേട്ടോ. അത് പിന്നെ മീൻ പൊരിച്ചു. അതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ, ഒരുപാട് ലെങ്തിയാവും വീഡിയോ. പിന്നെ ഇന്നലത്തെ നല്ല
ഇട്ടിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ട മുളക്, അച്ചാർ, നല്ല നാരങ്ങ അച്ചാർ, പപ്പടം എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചോറ് നമുക്ക് കഴിക്കാം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, എന്നാലല്ലേ നമുക്ക് ഒരു നാടൻ ഊണ് കഴിച്ചൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ വൈകിട്ട് ചെടിയൊക്കെ പറയാൻ മാത്രം ചെടിയൊന്നുമില്ല, എന്നാലും കുറച്ച് ചെടിയുണ്ട്. ഭയങ്കര വെയിലല്ലേ, അപ്പോൾ അതിനൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. മധുരക്കിഴങ്ങും മത്തങ്ങയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നനച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം മരിവായിട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഊതുപൊക്കെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം അവസാനിപ്പിച്ചു. പിന്നെ ഊത് പകയിച്ചു, പിന്നെ പ്രയറും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കുള്ള ഫുഡ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ ഈ ഒരു ടൈമിൽ, ഇതൊക്കെ കത്തിച്ച് വെച്ച് പ്രയറും കാര്യങ്ങളും പ്രത്യേക ഒരു ഫീലാണ്. ഇതിങ്ങനെ കത്തിച്ച് വെച്ചാൽ തന്നെ നല്ലൊരു എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് കത്തിച്ച് വെച്ചിട്ട് പിന്നെ ഡ്രസ്സിൻ്റെ അടുത്തും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ രാത്രികൾക്കുള്ള ഫുഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കൊത്തു പൊറോട്ട ഉണ്ടോ, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു നോക്കണം. ഞാനിതിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ അതിലേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചായ തിളപ്പിച്ചിട്ടോ, കുറച്ച് ഏലക്കായൊക്കെ ഇട്ട് ചായയൊക്കെ തിളപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.